ഞാനാണ് ഇന്നത്തെ ഡിജിറ്റൽ ലിറ്ററസിയുടെ ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ പേര് നിങ്ങൾ കേട്ട് കാണും. എൻ്റെ പേര് അരുൺ രവി എന്നാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. കഴിഞ്ഞ 21 കൊല്ലമായി IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജോലി ഞാൻ തുടങ്ങുന്നത് ടെക്നോ പാർക്ക് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടാവുമല്ലോ. ടെക്നോ പാർക്കിലായിരുന്നു എൻ്റെ ജോലി തുടങ്ങുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. കഴിഞ്ഞ 21 കൊല്ലങ്ങളായി പല ജോലികൾ IT മേഖലയിൽ തന്നെ പല ജോലികൾ ചെയ്തു. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കെഫി കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും പാർട്ട്ണറുമാണ്. അതോടൊപ്പം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഘടനയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും സയൻസ് കേരള എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ എഡിറ്ററാണ്. ലൂക്ക യുറിക്ക എന്ന മാഗസിൻസ് ഉണ്ട്, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗമാണ്. ഇതാണ് എന്നെപ്പറ്റി പറയാനുള്ളത്. പാലക്കാട് എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരിടമാണ്. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുള്ള റിജീഷ് എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും എൻ്റെ റിജീഷിൻ്റെ വീട് എൻ്റെ വീട് പോലെയാണ്. അപ്പോൾ സ്ഥിരമായി ഇപ്പം മങ്കരയും പാലക്കാടിൻ്റെ പല പ്രദേശങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. ആലത്തൂരുമൊക്കെ പലതവണ വരാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം തന്നെ പറയട്ടെ. അതോടൊപ്പം എനിക്ക് കുറച്ച് പേരെയും കൂടെ പരിചയപ്പെടുത്താണ്ട്. ഞങ്ങളുടെ ഒരു സംഘമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ജബീന മാമിൻ്റെ ഈ മെസ്സേജ് വായിച്ചത് അന്നയാണ്. അന്ന VMFTയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുകയാണ്. അന്ന ഒരു ഡിജിറ്റൽ ഇന്നിക്വാലിറ്റിയെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു ഗവേഷകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഡിജിറ്റൽ ഇന്നിക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ട് അതിൻ്റെ വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിട്ടുണ്ട്. അതല്ലാതെ തന്നെ VMFTയുടെ സിംപ്ലിഫൈ അഗ്രി എന്നൊരു സ്ഥാപനം, റിജീഷിൻ്റെ സ്ഥാപനമാണ്. സിംപ്ലിഫൈ അഗ്രിയുടെ പ്രവർത്തകരായ കുറേ അധികം ചങ്ങാതിമാരിവിടെയുണ്ട്. ശ്രേയുണ്ട്, അഭിഷേകുണ്ട്, അവിഷ്ണയുണ്ട്. ഈ ഒരു സെഷൻ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ ഒരു പൊതുവായി സാങ്കേതിക മേഖലയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിശദീകരണം നൽകും. രണ്ടാമത്തെ ഘട്ടം കുറച്ചുകൂടെ കൃത്യമായിട്ട് ഫാമേഴ്സിന്, കർഷകർക്ക് കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഡിജിറ്റൽ ആപ്പുകളൊക്കെ കുറച്ച് അധികമുണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു ദിവസമല്ലേ ഉള്ളൂ. ആ ഒരു ദിവസത്തിൽ നമുക്ക് ഒരു 2 ആപ്ലിക്കേഷൻസ് കുറച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അത് 2 ആപ്ലിക്കേഷൻസ് കാണിച്ചു തന്നാൽ ഉടനെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കണമെന്നില്ല, അതിന് ഒരുപാട് സമയമെടുക്കും. എങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകാൻ അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങളിൽ പലർക്കും നേരത്തെ ബാബു സാർ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ചാടിപ്പോകാനുള്ള ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട്, അങ്ങനെ വിടാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് രസമുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതിലൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡിജിറ്റൽ സെക്യൂരിറ്റി. നമ്മളെ പലപ്പോഴും പല ആൾക്കാരും ഫോൺ വിളിച്ചിട്ട് പറ്റിക്കാറുണ്ട്. പലതരത്തിലുള്ള ഫ്രോഡുകളൊക്കെ നമുക്ക് നേരിടാറുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുതിർന്ന ആൾക്കാരും ഇതല്ലാതെയുള്ള ചെറുപ്പക്കാരും തമ്മിലുള്ള ഒരു ചെറിയ വടംവലിയുണ്ട്. കാരണം അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, നമുക്കത് അറിയില്ല എന്നും അവർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ സഹിക്കാം. കുട്ടികളല്ലാതെ ചെറുമക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെറുമക്കൾ നമ്മളെ നന്നായിട്ട് കളിയാക്കുക മാത്രമല്ല ചിലപ്പോൾ നമ്മളെ പറ്റിക്കും. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഒരു വടംവലി, ഈ ഒരു തലമുറകളുടെ ഒരു തല്ലുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ, ഇത് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണോ, സാധ്യതകളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉച്ചയ്ക്ക് ശേഷം സംസാരിക്കേണ്ടാവുക. അത് സംസാരിക്കുന്നത് ഞാനും റിജീഷും ഒരുമിച്ചിട്ടായിരിക്കും. വൈകുന്നേരം ഇവിടെ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതായിരിക്കും. VMFTയുടെ ഈ ഒരു ഡിജിറ്റൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ഈ ഒരു ഫോമാറ്റിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരൊറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ടോ, ഇപ്പോൾ ഒരു ദിവസം പോലും ഇല്ല, നമുക്കിപ്പോൾ 11:30 മണിക്കാണ് തുടങ്ങുന്നത്. ഇപ്പോൾ വൈകുന്നേരം 4-4:30 മണി വരെ എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും അങ്ങ് പ്രബുദ്ധരായി എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാം എന്ന് വിചാരിക്കുകയേ വേണ്ട. അത് സംഭവിക്കില്ല. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് തുടങ്ങണമല്ലോ. ആ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ ആലത്തൂർ ഫാമർ പ്രൊഡ്യൂസർ സൊസൈറ്റിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വർക്ക്ഷോപ്പ് ഒരു തുടക്കം പോലെ കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും ഫോമൽ അല്ലാതെ, നമ്മളിങ്ങനെ വന്നിരുന്നിട്ട് എല്ലാവരും കസേരയിൽ ഇരുന്നിട്ട് ഒരാൾ സംസാരിക്കുക എന്നുള്ളതിലുപരിയായിട്ട് നമ്മുടെ ചെറിയ ഈ FPOയുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചർച്ചകൾ നടത്തുന്ന പോലെ ചെറിയ സംഘങ്ങൾക്കകത്തിരുന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ
അതിനെ എങ്ങനെ ഡിജിറ്റലി ഉപയോഗിക്കാമെന്നുള്ള ചെറിയ സെഷനുകൾ, മൈക്രോ സെഷൻ എന്ന് പറയും. ഈ മൈക്രോ സെഷനുകൾ നിരന്തരമായി നടത്താനുള്ള ഒരു ശ്രമം നടത്തണമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു റിക്വസ്റ്റ്. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു റോയ് സാറാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. റോയ് സാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എപ്പോഴാണ് പഠിത്തം നിർത്തേണ്ടത് എന്നുള്ള എൻ്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമ്പോഴാണ് പഠിത്തം നിർത്തേണ്ടത് എന്നുള്ളത് മറ്റ് കാര്യങ്ങളിൽ വളരെ കോമണായി നമുക്ക് പറയാമെങ്കിലും ഡിജിറ്റൽ ലിറ്ററസിയുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നേരത്തെ പലതവണ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, സാക്ഷരത. നമ്മളെല്ലാവരും സാക്ഷരതാ യജ്ഞത്തിൽ പല രീതിയിൽ പങ്കെടുത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് കേരളത്തിന് മുഴുവൻ അഭിമാനമുള്ളൊരു പ്രവർത്തനമാണ്. ആ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണ സാക്ഷരരാണ്. കേരളം മുഴുവൻ 95-96% ആൾക്കാർ സാക്ഷരരായി കഴിഞ്ഞു. ബാക്കി കുറച്ച് പേർക്ക് പറ്റാത്തത് കൊണ്ടാണ്, അവരുടെ പല പല ശാരീരിക അവസ്ഥകളൊക്കെ കൊണ്ട് അവർക്ക് സാക്ഷരരാകാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വെച്ച് ബാക്കിയുള്ളവർ എല്ലാവരും സാക്ഷരരായി എന്ന് പറഞ്ഞ് അഭിമാനിച്ചതുപോലെ നമുക്ക് കേരളം മുഴുവൻ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു എന്ന്, പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? വളരെ ഗംഭീരമായിട്ടൊരു വിഷയമാണ്, ഒരു ആഗ്രഹമാണ്. നാം കൃത്യമായിട്ട് പറഞ്ഞു, പറ്റില്ല. പറ്റാത്തത് നമുക്ക് കഴിവുകളുള്ളതുകൊണ്ടല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാം നിങ്ങളെല്ലാവരും ഫോം ഫില്ല് ചെയ്ത അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ വിശദാംശങ്ങളിൽ നമുക്ക് ഇനി കിട്ടത്തേ ഉള്ളൂ. എങ്കിലും റാൻഡമായി നമ്മളത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങളിൽ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. കീപാഡുള്ള ഫോൺ ഉപയോഗിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതിൽ തന്നെ വലിയൊരു ശതമാനം ആൾക്കാർ വാട്സാപ്പ് നന്നായി ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ വാട്സാപ്പിൽ തന്നെ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പുതിയ ഒരു ഫങ്ഷനാലിറ്റി കയറി വരും. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞ് ഞാൻ പഠിച്ചു എന്ന് അഭിമാനത്തോടു കൂടി നിൽക്കുന്ന തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാവുകയാണ്. ഇതുപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾ പഴയതുപോലെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇതാ ഇത്ര പഠിച്ചാൽ മതി എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് നിർത്താൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. അതിനെ നിരന്തരമായി തുടർ പഠനം നടത്തിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞു ഈ കാലം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഡിജിറ്റൽ സാക്ഷരത പ്രായോഗികമേ അല്ല. പക്ഷേ പൂർണ്ണ സാക്ഷരത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, ഈ ഫോണിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പുതിയ മാറ്റം വന്നാൽ മറ്റാരുടെയും സഹായമില്ലാതെ എനിക്കത് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുകയല്ലോ. ആ ഒരു കഴിവ് നമുക്ക് കിട്ടുന്ന സമയം, ആ ഒരു കഴിവ് ആർജിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ പൂർണ്ണ സാക്ഷരത എന്ന് പറയാൻ പറ്റുക. അതിലേക്ക് എത്താൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ഇനി ഈ ലോകത്ത് മൊത്തത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഞാനൊന്ന് പറയാം. ഈ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. നമ്മൾ ഡിജിറ്റൽ സാക്ഷരതയെ പറ്റി പൊതുവെ പറയുമ്പോൾ നമ്മൾ പറയും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നാളെ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും നാളെ നടക്കും, അല്ലെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും ഇന്ന് തന്നെ സംഭവിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലതും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 2000 എന്നുള്ളൊരു വർഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മയുള്ളൊരു വർഷമാണ്. ഈ 2000-ൽ നമ്മൾ ജീവിച്ചിരുന്നത്, ഇപ്പോൾ നിങ്ങളൊക്കെ കുറേ ആൾക്കാർ ചെറുപ്പക്കാരായിരുന്ന, ഇപ്പോൾ കുറച്ച് മുതിർന്ന ആൾക്കാരായ ആൾക്കാർ നിങ്ങളുടെ ഒരു യുവത്വത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് 2000 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് നമ്മൾ ആലോചിച്ചിരുന്ന പല പല കാര്യങ്ങൾ, നമ്മൾ ചെയ്തിരുന്ന പല പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് നിങ്ങൾ എങ്ങനെ പാട്ട് കേട്ടിരുന്നത് 2000-ൽ നിങ്ങൾ പാട്ട് കേൾക്കുന്നത് എനിക്കും എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. വീട്ടിൽ, അല്ലെങ്കിൽ 2000-ന് മുമ്പ് വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. ആ ടേപ്പ് റെക്കോർഡറിൽ ഞാൻ കാസറ്റ് ഇട്ട് പാട്ട് കേൾക്കും. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ ആകാശവാണിയുടെ തിരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞ സംഭവം കാത്തിരിക്കും. സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിൽ വന്നിട്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് പാട്ട് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കും. അതായിരുന്നു നമ്മുടെ ഒരു ശീലം. ടി വിയിൽ പാട്ട് കേൾക്കുന്നത് ചിത്രഗീതം കാത്തിരിക്കും. ആദ്യം അത് വ്യാഴാഴ്ചയായിരുന്നു, പിന്നെ അത് വെള്ളിയാഴ്ചയാക്കി. ചിത്രഹാർ എന്ന് പറഞ്ഞൊരു ഹിന്ദി പാട്ടുകൾ മാത്രം ബുധനാഴ്ച വരും. അങ്ങനെയാണ് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾ കണ്ടിന്യൂസ് 24 hours ഓടിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ വീട്ടിൽ ചെന്ന് ടി വി ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനലിൽ എപ്പോഴും പാട്ടുണ്ടാവും. അതല്ലാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ ടി വിയിലായിരിക്കും പാട്ടൊക്കെ ഉണ്ടാവുക. നിങ്ങളുടെ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ ചെറുമക്കളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പാട്ട് കേൾക്കാനായിട്ട് ഈ മൊബൈൽ ഫോൺ എടുക്കും.
ഈ മൊബൈൽ ഫോണിനകത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, നമ്മളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. യൂട്യൂബിൽ കയറി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പാട്ട് കേൾക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. സ്പോട്ടിഫൈ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പാട്ടും, മലയാളം എന്നല്ല, ഇംഗ്ലീഷ് എന്നല്ല, ഏത് ഭാഷയിലുള്ള ഏത് പാട്ടും നമുക്കിതിനകത്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ പാട്ട് കേട്ട് തുടങ്ങും. അത് കാത്തിരിക്കുകയൊന്നും വേണ്ട. അത്ര വേഗത്തിൽ നമുക്ക് പാട്ട് കേൾപ്പിക്കുന്ന സംവിധാനങ്ങൾ ചുറ്റും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പണ്ട് പത്രം വായിച്ചുകൊണ്ടിരുന്നത് പേപ്പർ വെച്ചിട്ടാണ്. ഇപ്പോഴും നമ്മളിൽ പലരും പേപ്പർ വെച്ചിട്ടാണ് പത്രം വായിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പത്രം ഓഫീസുകൾ നേരിടുന്ന വലിയൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് പത്രം വായിക്കുന്ന ആൾക്കാർ കുറയുന്നു. മാഗസിനുകൾ, ഞാനൊരു മാഗസിൻ, യുറീക്ക എന്ന കുട്ടികളുടെ ഒരു മാഗസിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗമാണ്. വലിയ രീതിയിൽ ആൾക്കാർ വായിക്കേണ്ട ഒരു മാഗസിനാണെന്ന് ഞങ്ങൾക്ക് വലിയ ബോധ്യമുള്ളൊരു സംഭവമാണ്. ഒരുപക്ഷെ കേരളത്തിൽ നന്നായി വായിക്കപ്പെട്ടിരുന്ന ഒരു ബാലമാസികയാണ്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ ആളില്ല. കുട്ടികൾക്ക് എന്താ വേണ്ടേ? ഡിജിറ്റലി ഉള്ള മാഗസിനുകൾ വേണം, ഡിജിറ്റലി ഉള്ള പത്രങ്ങൾ വേണം. ഇപ്പം ഞാൻ തന്നെ പത്രം തുറന്ന്, ഒരു പേപ്പർ തുറന്ന് വായിച്ചിട്ട് കുറച്ച് നാളായി. എനിക്കിപ്പോൾ കാണണമെങ്കിൽ ഫോൺ എടുക്കുന്നു, മാതൃഭൂമി പത്രമാണെങ്കിൽ മാതൃഭൂമിയുടെ ആപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ ആപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ചന്ദ്രികയുടെ ആപ്പ് ഉണ്ടാവും. ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള പത്രം അത് തുറക്കുന്നു, അത് വായിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇത് 2000 അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ആ സമയത്ത് അലാം വയ്ക്കുന്നത് എങ്ങനെയായിരുന്നു? നമുക്കറിയാം, ഒരു വലിയ കിണി അടിക്കുന്ന ഒരു വലിയ വട്ടം സാധനമുണ്ട്. അതിനകത്ത് ഇങ്ങനെ തിരിക്കിയൊക്കെ വെച്ചിട്ട് എത്ര മണിക്കാണ് എഴുന്നേക്കേണ്ടത് ആ സമയം അങ്ങനെ അലാം വയ്ക്കും. ഇപ്പോഴാണെങ്കിലോ നിങ്ങളുൾപ്പെടെ ഫോൺ എടുത്തിട്ട് അലാം വയ്ക്കുക ചെയ്യുന്നത്. നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യവും ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. വെറും 20-25 കൊല്ലമേ ആയിട്ടുള്ളൂ. 2000 എന്ന് പറയുന്നത് ഒരുപാട് ദൂരമൊന്നുമല്ല. നമ്മൾ ഇന്നലെ കഴിഞ്ഞ പോലെ ആലോചിക്കുന്നൊരു വർഷമാണ്. ആ 2000-ന് ശേഷമുള്ള 25 കൊല്ലക്കാലം കൊണ്ട് ചുറ്റുമുള്ള സാങ്കേതിക വിദ്യകൾ മുഴുവൻ അങ്ങ് മാറി. പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാവാൻ തുടങ്ങി. അതൊന്നും രണ്ടൊന്നും അല്ല, ഒരുപാട് സാങ്കേതിക വിദ്യകൾ വന്നു. അതിൽ കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അടുത്തടുത്ത് പ്രജീഷ്, നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും പറയും, ഞാൻ നിർമ്മിത ബുദ്ധിയൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ അന്നയും നമ്മുടെ ശ്രേയയൊക്കെ പറയണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, 4-5 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഫോൺ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല, എൻ്റെ കുട്ടികൾ ഉപയോഗിക്കുമ്പോഴും ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ, എനിക്ക് ഫോണിൽ കൂടി പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇതൊരു അപകടകാരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം എന്നൊരു ആശങ്ക നിങ്ങളിൽ പലരുമുണ്ട്. നിങ്ങൾ പോലും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ആലത്തൂരിൽ നിന്ന് നിങ്ങൾക്ക് പാലക്കാട് ജംഗ്ഷൻ വരെ പോകണം, ട്രെയിൻ കിട്ടണം. നമ്മുടെ ഒലവക്കോട് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ പോകുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുടെ അടുത്ത് പറയാണ്, വഴി എനിക്ക് അത്ര കൃത്യമല്ല കേട്ടോ, നിങ്ങൾക്കറിയാം, പക്ഷേ ഇപ്പോൾ ഞാനാണ് വരണമെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഡ്രൈവർ പറയും, അതിനെന്താ കുഴപ്പം, ഞാനൊരു കാര്യം ചെയ്യാം, ഗൂഗിൾ മാപ്പ് ഇടാം. ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം പറയുന്നു, പാലക്കാട് നിന്ന് അല്ലെങ്കിൽ ആലത്തൂരിൽ നിന്ന് പാലക്കാട് വരെ പോകണമെന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു മാപ്പ് കാണിച്ചു തരും. ആ മാപ്പിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ വഴിയിലൊരു ആക്സിഡൻറ്റ് കണ്ടു, അല്ലെങ്കിൽ ഒരു ജാഥ വന്നു, അപ്പോൾ റോഡ് അങ്ങ് ബ്ലോക്കായി. തൊട്ടടുത്ത മൊമെൻറ്റിൽ ഗൂഗിൾ മാപ്പ് പറയും, ഈ വഴി കൂടെ പോകണ്ട, തൊട്ടടുത്ത് വേറൊരു വഴിയുണ്ട്, അതിലേക്കൂടെ പോയാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ലാഭിക്കാം. അതിലേക്കൂടെ പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നു അവിടെ ഒരു മരം കിടക്കുകയാണ്, അപ്പോൾ വീണ മരമാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് പറയും വേറൊരു വഴി കൂടെ പോവാം. അങ്ങനെ മാറ്റി പറയാൻ പറ്റുന്നൊരു സാങ്കേതിക വിദ്യ നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളായിരിക്കില്ല ഫോൺ ഉപയോഗിക്കേണ്ടാവുക, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളായിരിക്കാം, പക്ഷേ അതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾക്കാണ് കിട്ടുന്നത്. ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന നിർമ്മിത ബുദ്ധിയുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുത്ത് തൊട്ടടുത്ത ഒരു ഓപ്ഷൻ തരാനായി കപ്പാസിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷനെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും ലളിതമായ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ ചിന്തകളെ, ബുദ്ധിയെ അനുകരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സംവിധാനത്തിനാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. ഈ നിർമ്മിത ബുദ്ധി കഴിഞ്ഞ 25 കൊല്ലം കൊണ്ടാണ് ഈ കാണുന്ന പരുവത്തിലെത്തിയത്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിത ബുദ്ധി നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ 25 കൊല്ലങ്ങൾക്ക് ശേഷം നിർമ്മിത ബുദ്ധി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ, നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ,
നിങ്ങളൊരു ഫേസ്ബുക്കിലൊരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് പോസ്റ്റ് കാണണം എന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് നിർമ്മിത ബുദ്ധിയാണ്. കാരണം ഇപ്പോൾ സാറ് കാണുന്ന ഫേസ്ബുക്കിലെ പോസ്റ്റ് ആയിരിക്കില്ല സാറ് കാണുന്നത്, അതായിരിക്കില്ല മാം കാണുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പോസ്റ്റുകളാണ് വരുന്നത്. ഇതെങ്ങനെ വരുന്നത്? നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇതൊക്കെ വച്ചിട്ട് അതിനനുസരിച്ചിട്ട് റെഡിയാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഈ ബുഫേ എന്നൊക്കെ പറയില്ലേ, കൃത്യമായി അവരവർക്ക് ആവശ്യമുള്ള സാധനം കൊണ്ട് കൊടുക്കുന്നൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഇത് നടത്തുന്നത് നിർമ്മിത ബുദ്ധിയാണ്. ഈ നിർമ്മിത ബുദ്ധി തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പെട്ടെന്ന് വളരുകയാണ്. രണ്ടാമത് ഇതുമായി അസോസിയേറ്റ് ചെയ്ത് മറ്റ് ചില സാങ്കേതിക വിദ്യകളുണ്ട്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ, അതിനടുത്തത് ബിഗ് ഡാറ്റ, ഓപ്പൺ ഡാറ്റ എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് വിവരങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ റോഡിൽ കൂടി വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളതിൽ സുഖമായിട്ട് രസമായിട്ടിരിക്കുകയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വിവരത്തിന് ഉണ്ടാക്കുകയാണ്. എന്താണ്? യാത്ര ചെയ്യുക എന്ന വിവരം. ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ പറയുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്താണ്, ആലത്തൂരാണ്. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പറയും നിങ്ങൾ അടുത്ത ജംഗ്ഷനിലെത്തി. ഇത് ഓരോന്നും ഓരോ വിവരമാണ്. ഈ വിവരങ്ങൾ കൂടി ഈ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം, നിങ്ങളൊരു പാട്ട് കേൾക്കുമ്പോൾ പാട്ടൊരു വിവരമാണ്. ഇങ്ങനെയുള്ള വിവരങ്ങൾ കൂടി അതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ സാങ്കേതിക വിദ്യകൾ വരുന്നതിനെയാണ് ബിഗ് ഡാറ്റ, ഓപ്പൺ ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വരുന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കുറച്ച് നിങ്ങൾക്ക് ബോറടിക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാകാത്ത ഒരു തലത്തിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല.